ഹായ്. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഇതാ ഈ പുഴയിലൊരു കുളി കേട്ടോ. വെറും കുളിയല്ല, ഇത് കുറുന്തോട്ടി. അപ്പൊ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. പണ്ടൊക്കെ നമ്മൾ ഇതൊക്കെ തേച്ച് ഇത് താളി എന്ന് പറയാം കേട്ടോ, ഷാമ്പൂ പോലെ ആക്കും. അപ്പൊ ഇത് തേച്ചിട്ടൊരു കുളി. അതുപോലെ തന്നെ വേറൊരു സാധനം ഉണ്ട് കേട്ടോ. ഇതാണ് ചെമ്പരത്തിന്റെ ഇല. ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ താളി ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അത് ഉണ്ടാക്കിയിട്ട് 2 ടൈപ്പ് താളി ഉണ്ടാക്കിയിട്ടുള്ള കുളിയാണ് ഇന്നത്തെ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമ്മള് അവിടെ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത്, താളി ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ അവിടേക്ക് എത്തിപ്പെടുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് ഈ വഴി കുറച്ച് സാഹസികമായിട്ട് വേണം പോകാനായിട്ട്. എന്നാലും വാ നോക്കാം. അങ്ങനെ ഇവിടെ എത്തി ഒരു വിധം കേട്ടോ. അപ്പൊ നമ്മൾ ഈ സ്പോട്ടിൽ വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് വർക്ക് തുടങ്ങാം. അതിനായിട്ട് ഇതാ ഒരു കല്ല്. ആദ്യം നമുക്ക് ഈ ചെമ്പരത്തിന്ന് തുടങ്ങാം. അതിനായിട്ട് ആദ്യം ഇതിന്റെ ഇലകളൊക്കെ ഒന്ന് നമ്മൾ എടുത്തു വെക്കണം കേട്ടോ. ഈ കൊമ്പിന്റെ ആവശ്യം നമുക്കില്ല, ഇലകൾ മാത്രം ഇതുപോലെ ഇങ്ങനെ ഊരിയെടുക്കുക. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് പണിയാണ്, നമ്മൾ വിചാരിച്ച പോലെ അത്ര പെട്ടെന്നൊന്നും നടക്കൂല കേട്ടോ പരിപാടി. ഒരു സമയം എടുക്കും. ചെമ്പരത്തി ആകുമ്പോൾ പിന്നെ കുറച്ചും കൂടി ഈസിയാണ്. പക്ഷെ ഇത് കുറച്ചേ ഉണ്ടാവുള്ളൂ, ഒരുപാട് എടുത്താലും. അപ്പൊ ഈ സാധനം നമ്മൾ മൊത്തം ഉരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അപ്പൊ അതാണ് അടുത്ത പരിപാടി. ഓക്കെ, അതിലേശം വെള്ളം ഒഴിക്കാം നമുക്ക്. ഇവിടെ തന്നെ ഉണ്ട് വെള്ളം. വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഓവർ വെള്ളം വേണ്ടില്ല. ഓവർ വെള്ളമായി കഴിഞ്ഞാൽ ഇത് ലൂസായി പോവുകയും ചെയ്യും, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ ഇനി പണി തുടങ്ങാം. ഇങ്ങനെ അത് കുറെ ചതച്ചെടുക്കുമ്പോൾ നല്ലൊരു കൊഴുപ്പ് വരും. അതാണ് ശരിക്കും താളി എന്ന് പറയുന്ന സാധനം. നന്നായിട്ട് ചതച്ചു കൊടുക്കണം കേട്ടോ. അതിന്റെ ആ ഒരു തണ്ടും ആ ഇലയൊക്കെ നന്നായിട്ട് ചതഞ്ഞ് കിട്ടണം. ഇതുപോലെ നന്നായിട്ട് ചതച്ചെടുക്കണം. ഇതൊന്ന് പോരാ, ഇനിയും ചെയ്യണത് നന്നായിട്ട് ചതഞ്ഞിട്ട് ഒരു കുഴമ്പ് പരുവത്തിലാവണം ഈ സാധനം. അങ്ങനെ സംഭവത്തെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുക്കുമ്പോഴാണ് കറക്റ്റ് അതിന്റെ ഒരു ഇത് വരിക കേട്ടോ. അതിന്റെ ഒരു താളി, അതായത് ആ ഒരു ഷാമ്പു പോലുള്ള ആ സംഭവം വരും. അപ്പോഴാണ് എന്തായാലും നമുക്ക് കുറച്ച് ഇന്ന് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്തിട്ട് തലയിൽ തേച്ച് നോക്കാം കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഞാൻ ഷർട്ടൊക്കെ ഊരിയിട്ട് ആദ്യം ഈ താളി, ഇത് കുറുന്തോട്ടിനെ എന്റെ പൊടി തന്നെ ഒന്ന് പരീക്ഷ നോക്കാണ്. ചെമ്പരത്തി ചെയ്യാനായിട്ട് നമുക്ക് വേറെ ആളുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഇത് തേച്ച് നോക്കാം, എന്നിട്ട് ബാക്കി. അങ്ങനെ അത് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ? ഇനി ഏകദേശം ഒരു 10-20 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് ശരിക്കും തലയിലൊക്കെ പിടിച്ച് നമ്മൾ സ്കാൽപ്പിലേക്ക് ഒന്ന് പിടിച്ച് സെറ്റായി വരാൻ 10-20 മിനിറ്റ് സമയം എടുക്കും. അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നല്ല വെയിലാണ്. വെയിലത്തിരുന്ന് കഴിഞ്ഞാൽ നീരിറക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് തണുപ്പത്ത് പോയിട്ട് ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതാ ചെമ്പരത്തിന്റെ ഇത് വെച്ചിട്ടുള്ള പരിപാടി അടുത്തത് വരുന്നുണ്ട്. അപ്പൊ ഇത് നമുക്കൊന്ന് സെറ്റ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഏകദേശം തേച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് എന്തായാലും കുളിക്കാം. തല അനുസരിച്ച് കുളിച്ചോളാം. ഇപ്പൊ തലക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇത് തേച്ച് കഴിഞ്ഞാൽ കുറുന്തോട്ടി കൊണ്ടുള്ള താളി, അതുപോലെ തന്നെ ഈ ചെമ്പരത്തി കൊണ്ടുള്ള താളിയൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പാട്ടോ തലക്ക്. അതുപോലെ രാത്രി ഉറങ്ങാനൊക്കെ നല്ല സുഖമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പണ്ട് ഞാൻ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. ഞാൻ കുറെ കാലത്തിന് ശേഷം ഇപ്പൊ ചെയ്ത് നോക്കുന്നത്. എന്നാലും 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി എന്തായാലും കുളിക്കട്ടെ, തല അനുസരിച്ച് കുളിച്ചു നോക്കട്ടെ. നല്ല വെള്ളമല്ലേ, കണ്ടിട്ട് എന്താ എപ്പോഴോ ഇതിലേക്ക് ഇറങ്ങാനായിട്ട് മനസ്സ് പറയുന്നുണ്ട്. എന്നാലും തേച്ച് വെച്ചോണ്ട് 20 മിനിറ്റ് വെയിറ്റ് ചെയ്താണ്. എന്നാലും കുളിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ,
ഓക്കെ, അപ്പൊ കുളി കഴിഞ്ഞു. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല സുഖം, നല്ല തണുപ്പാണ് ഈ വെള്ളത്തിന്. അതിന്റെ കൂടി താളിയും കൂടി തേച്ചപ്പോ ഒന്നും പറയണ്ട, തലക്ക് നല്ല സുഖം കേട്ടോ. കിടന്നുറങ്ങാൻ നല്ല സുഖമായിരിക്കും. എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. മറ്റൊരു വീഡിയോ കാണാൻ പോകുന്ന ബൈ ബൈ.